ഹായ്. അതെ, ഇന്ന് ഞാൻ നെയ്ച്ചോറും പിന്നെ പെപ്പർ ചിക്കനും ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം റസ്റ്റ് ചെയ്ത് പിന്നെ ഉച്ചയ്ക്കലേക്കാണേ ഇതുണ്ടാക്കണേ. അപ്പോൾ അതിനുള്ള സാധനങ്ങളും തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ നന്നാക്കിയിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി പിന്നെ അത് രണ്ടാമത് ഒക്കെ കഴുകി അത് അരിഞ്ഞ് വെക്കണേ. ആദ്യം തന്നെ റൈസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് നെയ്യും കൂടെ ഇട്ട് അതൊന്ന് ചൂടാക്കി വെച്ചുട്ടാ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പട്ട, കരയാമ്പൂ, ഏലക്ക, പിന്നെ ബേ ലീഫ് അതൊക്കെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി നമ്മൾ ബിരിയാണി ഉണ്ടാക്കണ അതേപോലെ തന്നെ കുറച്ചൊന്ന് വഴറ്റി ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ചൊന്ന് വഴറ്റിയെടുക്കണേ. 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ 4 ഗ്ലാസ് അരി എടുത്ത് നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ അത് കഴുകിയെടുത്തിട്ട് അതിൻ്റെ ആ വെള്ളം ഒരു വൈറ്റ് കളറ് അതിൻ്റെ വെള്ളം അങ്ങനെ കഴുകുമ്പോൾ ആ വെള്ളം വരാൻ പാടില്ല. അത് മാറണ വരെ നല്ലപോലെ കഴുകി ഊറ്റി അത് ഇപ്പോൾ അതിലേക്ക് ഇട്ടു കേട്ടോ. കുറച്ച് ക്യാരറ്റ് ചീകി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എന്താണാവോന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇതിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ടിട്ട് ആ നെയ്യിൽ വെളിച്ചെണ്ണ ഓയിലും ഒക്കെ ഒഴിച്ചിട്ടില്ലേ അതിലിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഒരു 2 മിനിറ്റ് നേരം, അധികം വറുത്തില്ല, ഇങ്ങനെ വറക്കണ പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി വഴറ്റിയെടുത്തു കേട്ടോ. 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 8 ഗ്ലാസ് വെള്ളം, ഇരട്ടി വെള്ളം ഒഴിച്ചു. പിന്നെ ഒരു ഗ്ലാസ് എക്സ്ട്രായും കൂടെ ഒഴിച്ച് 9 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് അരി വറുത്ത കാരണം കുറച്ചൊന്ന് ഹാർഡായിരിക്കും. അപ്പം വേവാനായിട്ട് കുറച്ചൊരു താമസമുണ്ട്. അപ്പോൾ അതിനും കൂടെ 1 ഗ്ലാസ് വെള്ളം കൂട്ടി ഒഴിച്ച് അങ്ങനെ 9 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി, പിന്നെ കുറച്ച് ഉപ്പും, വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കണ ഉപ്പിൻ്റെ ടേസ്റ്റ്, അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഞാൻ അടച്ചു വെച്ചു വേവാനായിട്ട്. പിന്നെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു പിടി വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, ഒരു പിടി ഈ പെപ്പർ, കുരുമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തേ. ചിക്കൻ വെക്കാനായിട്ട് ഉരുളിയെടുത്ത് അടപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ടു. ഏലക്കായ, പട്ട അതിട്ടിട്ട് പിന്നെ ഈ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ അതിൽ ഇട്ടിട്ട് നല്ല പോലെ തന്നെ വഴറ്റിയെടുത്തിട്ട് ശരിക്കും ഒന്ന് വറുത്തു എന്ന് തന്നെ പറയാം. നല്ല ആ പച്ചമണം ഇതൊക്കെ കുറച്ച് നേരം ഒരു ടൈം എടുക്കണ ഇതാണ്. കുറച്ച് നേരം ഒന്ന് നല്ല പോലെ തന്നെ വഴറ്റി ഇങ്ങോട്ട് എടുത്തു. കുട്ടികള് അത് വരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് 3 സബോള അരിഞ്ഞതും കൂടെ ചേർത്ത്
രണ്ടെണ്ണം നല്ല സ്ലൈസായിട്ട് നല്ല പോലെ സ്ലൈസ് ചെയ്തെടുത്ത് ഒരെണ്ണം ഇങ്ങനെ ഒരു ക്യൂബ് പോലെ അങ്ങനെ ഒരെണ്ണം ആക്കിയെടുത്ത് അത് കിടക്കണ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആക്കിയെടുത്തത്. എന്നിട്ട് അത് നല്ല പോലെ വഴറ്റി അതിനുശേഷം അതിലേക്ക് ഒരു 3/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. പിന്നീട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കണേ. അതിൽ ഞാൻ പച്ചമുളക് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ അതിൽ 5 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അധികം മൂത്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തേ. പിന്നെ ചേർത്തത് 3 തക്കാളി, അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ വീണ്ടും വീണ്ടും വഴറ്റി കൊടുത്തു കേട്ടോ. തക്കാളിയൊക്കെ വേഗം ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് വഴറ്റി പിന്നെ അതൊന്ന് ഉടച്ചിങ്ങനെ കൊടുക്കണേ. അപ്പോൾ വേഗം വേഗം ആയിക്കോളും തക്കാളി. അത് നല്ലപോലെ വഴണ്ട് ഒരു പേസ്റ്റ്, ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലൊക്കെ ആയപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ കഴുകി വെച്ച ചിക്കനിൽ ഞാൻ നേരത്തെ തന്നെ ഉപ്പും കുറച്ച് തൈരും കൂടിയിട്ട് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കഴുകി അതിൽ തൈരും ഉപ്പും ഇപ്പോൾ പരട്ടി വെച്ചിട്ട് കുറേ നേരമായിട്ടാണ്. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആവും. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല പോലെ സോഫ്റ്റ് ആവും കേട്ടോ. ഇനി ഇത് നല്ല പോലെ വീണ്ടും വീണ്ടും വഴറ്റിയെടുക്കണം. ഉരുളിയിലിട്ടിട്ട് ഈ വെള്ളം ഒഴിക്കണേക്കാളും മുന്നേ ഒരു പകുതി വേവാവണ വരെ നല്ല പോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ചാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക. അപ്പോൾ സാധാരണ ചിക്കൻ വയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഈ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കണ വരെ ഇളക്കി കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ പെപ്പർ ചിക്കൻ എനിക്ക് ഫസ്റ്റ് ഉണ്ടാക്കി തന്നത് ചേട്ടനാണ് കേട്ടോ. അത് ചേട്ടൻ്റെ അടുത്തു നിന്ന്, ഷാർജയിൽ നിന്ന് ഞാൻ നാട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ച് നാട്ടിൽ നിന്ന് ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് ഒരു മാസമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ എനിക്ക് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വന്നപ്പോഴേ എന്നോട് പറഞ്ഞിട്ട് ഞാനൊരു സർപ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എന്താണാവോ എന്ന് വിചാരിച്ചു. എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാണെന്നൊന്നും പറഞ്ഞില്ല. ഇതും ഇതും കുബൂസ് അങ്ങനെ വേറെ എന്തോ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ചിക്കൻ ഇങ്ങനെ ഈ കുരുമുളക് ഇട്ടിട്ട് പെപ്പർ ചിക്കനായിട്ട് ഞാൻ കഴിക്കണത് ആദ്യമായിട്ട്. എനിക്ക് കഴിച്ചപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ അതിനെ കുറച്ചും കൂടെ ഒരു ഇതാക്കി പേസ്റ്റ്, മറ്റേ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചേർത്ത് ചേട്ടൻ വെക്കണ ആ ഒരു ഇതന്നെ. പക്ഷെ അതിൽ കുറച്ചും കൂടെ എൻ്റെ വക ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുക. പക്ഷെ അന്ന് ഉണ്ടാക്കി തന്നത് എങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വല്ലപ്പോഴും ഒരിക്കലും എനിക്ക് അങ്ങനെ വെച്ചൊക്കെ തരുള്ളൂ. അതിലേക്കൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്യാപ്സിക്കം. അന്ന് ചേട്ടൻ ക്യാപ്സിക്കമൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും ഈ പെപ്പർ ചിക്കനിൽ ക്യാപ്സിക്കം ഇട്ടിട്ടേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് അതും കൂടെ പകുതി വേവായിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഇപ്പോഴേ തന്നെ. എന്നിട്ട് ഈ ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് വേവിക്കും.
ഇത് ചിക്കൻ മാത്രമല്ല കേട്ടോ, ഈ സോസേജൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. സാധാ ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കണേക്കാളും കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റ് തോന്നി സോസേജും ഒക്കെ ഇതേപോലെ വെക്കണതാണ്. ഇനി ഇത് അടച്ച് വെക്കണേ, കുറച്ച് നേരം വേവിക്കണം. ആ നേരം കൊണ്ട് ഞാൻ ബിരിയാണിയിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്ത് ബിരിയാണിയിൽ ഇടാൻ നോക്കുകയാണേ. ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അരിയൊക്കെ. ഈ ബസ്മതി റൈസ് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ജീരകശാലയിൽ വെക്കാറ്. ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബസ്മതി റൈസ് വാങ്ങിച്ചത്. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വറുത്തും കൂടെ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് സവാളയും കൂടെ ഓയിൽ, സൺഫ്ലവർ ഓയിലും വറുത്തിടണേ. അപ്പോൾ അത് ആവാൻ കുറച്ച് സമയം ഉണ്ടല്ലോ. അപ്പോൾ കുറേ നേരം നിന്ന് വഴറ്റി പിന്നെ അത് ലാസ്റ്റ് സ്റ്റേജായപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ വഴറ്റിയെടുത്തിട്ട് അപ്പോൾ കുറച്ചും കൂടെ ബ്രൗൺ കളർ ആവുകയും ചെയ്യും, കരിയില്ല. ഓയിലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചട്ടിയുടെ സൈഡിലേക്കൊന്ന് കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് ഓയിൽ ഒന്ന് പോയതിന് ശേഷം ഞാൻ ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബിരിയാണീനേക്കാൾ കുറച്ചും കൂടെ ഇഷ്ടം നെയ്ച്ചോറാണ്. ബിരിയാണിയുടെ എസൻസും ഒക്കെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് മടുക്കാറുണ്ട്. പക്ഷേ ഈ നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഉണ്ണികൾക്ക് അവർക്ക് പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ പൈനാപ്പിൾ അങ്ങനത്തെയൊക്കെ ഞാൻ ബിരിയാണിയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അവർക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ എനിക്ക് ഇഷ്ടം നെയ്ച്ചോറാണ്. നെയ്ച്ചോറും ബീഫ് കറിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ബീഫ് ഇവിടെ ആർക്കും അത്ര താല്പര്യമില്ല. അത് കാരണം ചിക്കനാക്കി, പെപ്പർ ചിക്കനാക്കിയിട്ടാണ്. എന്നാലും ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ പെപ്പർ ചിക്കൻ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ചിക്കൻ എന്തായി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് അടച്ച് വയ്ക്കാം, കുറച്ച് നേരം നടന്ന് ഇരുന്നോട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കുറച്ച് നേരം അടച്ച് വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കാനായിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, ഉണ്ണികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. എല്ലാവരും കൊതിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ എന്താ അടച്ച് വെച്ചു, കുറച്ച് നേരം അടച്ച് വെച്ചു. അങ്ങനെ പപ്പടവും അച്ചാറും തൈരും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങളിതേ കഴിക്കുകയാണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണേ, ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണേ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.